ഈ ചൂടിന് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ദാഹം വിശപ്പൊക്കെ മാറാൻ എന്താ ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ കുറച്ച് വത്തക്ക ഇത് കുരുവൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വലിയ പീസാക്കി എടുത്തിട്ടുള്ള വത്തക്ക കുരു ഇല്ലാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. വത്തക്ക അത്യാവശ്യം നല്ല മധുരമുള്ള വത്തക്കയാണ്, അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ മധുരമൊന്നും വേണ്ടാത്തവർക്ക് അങ്ങനെയും ആക്കാം കേട്ടോ. ആ ഒരു വത്തക്ക അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വത്തക്കയുടെ മധുരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് അടച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വത്തക്കയും അതുപോലെ പാലും തണുപ്പുള്ളതായതുകൊണ്ട് വേറെ ഐസ് ക്യൂബൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുള്ള വത്തക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക മിൽക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിച്ചാൽ ദാഹം വിശപ്പൊക്കെ മാറും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പോട് കൂടി തന്നെ ഈ ഒരു ചൂടത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് ഒക്കെ കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.